ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ദീപകം ടെക്സ്റ്റ് ബുക്കിൻ്റെ 8th ചാപ്റ്ററായ ഹിതം മനോഹാരി ച ദുർലഭം വചഃ എന്ന ചാപ്റ്ററിൻ്റെ മുന്നോട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നോക്കാം. സുഖാർത്ഥിനഃ കുതോ വിദ്യ കുതോ വിദ്യാർത്ഥിനഃ സുഖം. പദച്ഛേദം നോക്കാം. സുഖാർത്ഥിനഃ കുതഃ വിദ്യ കുതഃ വിദ്യാർത്ഥിനഃ സുഖം. അൻവയം നോക്കാം. സുഖാർത്ഥിനഃ വിദ്യ കുതഃ ഭവേത് വിദ്യാർത്ഥിനഃ സുഖം കുതഃ ഭവേത്. അതായത് സുഖം മാത്രം ആഗ്രഹിക്കുന്നവന് വിദ്യ എവിടെ നിന്ന് ഉണ്ടാവാനാണ്, അതുപോലെ വിദ്യ ആഗ്രഹിക്കുന്നവന്, അതായത് വിദ്യ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സുഖം എവിടെ നിന്നാണ് ഉണ്ടാവുക എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഭാവാർത്ഥം കണ്ട് മനസ്സിലാക്കാം. ഓക്കെ. യഹ സദൈവ സുഖമിച്ഛതി, ആരാണോ എപ്പോഴും സുഖം ആഗ്രഹിക്കുന്നത്, പരിശ്രമം ന കരോതി, പരിശ്രമിക്കാണ്ടിരിക്കുന്നത്, അലസഹ അസ്തി, മടിയനായിട്ടുള്ളത്, സഹ അവൻ, കഥം വിദ്യം പ്രാപ്തും ശക്നോതി, അവന് എങ്ങനെയാണ് വിദ്യ പ്രാപ്തമാക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള ഒരുവന് എങ്ങനെയാണ് അറിവ് പ്രാപ്തമാക്കാൻ സാധിക്കുക. അതഃ അതുകൊണ്ട് യ ജ്ഞാനം ലബ്ധും ഇച്ഛതി, ആരാണോ അറിവ് നേടാൻ ആഗ്രഹിക്കുന്നത്, സഹ അവൻ, ആലസ്യം സുഖം ച ത്യക്ത്വാ, അലസതയും സുഖവും ത്യജിച്ച്, നിരന്തരം വിദ്യാർജനം കുര്യാത്, നിരന്തരം വിദ്യ ആർജിച്ചുകൊണ്ടേയിരിക്കണം. ഇനി നമുക്ക് അടുത്ത സൂക്തി നോക്കാം. ഗുണാഃ പൂജാസ്ഥാനം ഗുണീഷു ന ച ലിംഗം ന ച വയഃ. പദച്ഛേദം നോക്കാം. ഗുണാഃ പൂജാസ്ഥാനം ഗുണീഷു ന ച ലിംഗം ന ച വയഃ. അൻവയം നോക്കാം. ഗുണീഷു ഗുണാഃ ഏവ പൂജാസ്ഥാനം ഭവന്തി. അതായത് ഗുണവാന്മാരിലുള്ള ഗുണങ്ങളാണ് ബഹുമാനിക്കപ്പെടുന്നത്. ലിംഗം ച ന ഭവതി വയഃ ച ന ഭവതി. ജെൻഡറുമല്ല ഏജുമല്ല. നമ്മൾ എന്താ അർത്ഥമാക്കണേ? ഗുണാനാം സർവദാ ഏവ ആദരഃ ഭവതി. ഗുണങ്ങൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നു. ഗുണവാൻ ജനഃ ഗുണങ്ങളുള്ള മനുഷ്യൻ, പുരുഷഃ സ്ത്രീ വാ ഭവേത് പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ, ബാലഃ വൃദ്ധഃ വാ ഭവേത് കുട്ടിയോ വൃദ്ധനോ ആയിക്കോട്ടെ, സഹ സർവദാ പൂജനീയഃ ഏവ ഭവതി. അദ്ദേഹം എപ്പോഴും പൂജനീയനാണ്. ആദരസ്യ കൃതേ റെസ്പെക്റ്റിനായിട്ട് ലിംഗം ആയുഹു വാ മഹത്വപൂർണം ന ഭവതി. ജെൻഡറോ ഏജോ ഇമ്പോർട്ടൻ്റ് അല്ല. അതായത് ഇവിടെ പറഞ്ഞു വെക്കുന്ന വേറൊന്നുമല്ല, നമ്മളെപ്പോഴും ഒരാളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഗുണങ്ങൾ കണ്ടിട്ടായിരിക്കണം, അല്ലാണ്ട് ജെൻഡറോ ഏജോ നോക്കിയിട്ടല്ല. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സൂക്തി നോക്കാം. മാ ബ്രൂഹി ദീനം വചഃ. പദച്ഛേദം നോക്കാം. മാ ബ്രൂഹി ദീനം വചഃ. അൻവയം നോക്കാം. ത്വം ദീനം വചഃ മാ ബ്രൂഹി. അതായത് നീ ദയനീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. ഭാവാർത്ഥം നോക്കാം. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കണേ? സമാജേ സർവവിധാഃ ജനാഃ ഭവന്തി. സൊസൈറ്റിയിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. കേചിത് സഹായം കുറുവന്തി, ചിലർ സഹായിക്കുന്നു. കേചിത് കേവലം വികത്തനം കുറുവന്തി, ചിലർ കേവലം പൊങ്ങച്ചാണ് അടിക്കണം. അതഃ അതുകൊണ്ട് സ്വാഭിമാനി ജനഃ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള മനുഷ്യർ, യസ്യ കസ്യാപി പുരതഃ ആരുടെയും മുന്നിൽ, സഹായസ്യ യാചനം ന കുര്യാത്. സഹായസ്യ യാചനം ന കുര്യാത്. സഹായത്തിന് യാചിക്കരുത്, സഹായം ചോദിച്ച് യാചിക്കാൻ പാടില്ല. ഓക്കെ. അടുത്ത സൂക്തി നോക്കാം. യസ്തു ക്രിയാവാൻ പുരുഷഃ സ വിദ്വാൻ. പദച്ഛേദം നോക്കാം. യഹതു ക്രിയാവാൻ പുരുഷഃ സഹ വിദ്വാൻ. അൻവയം നോക്കാം. യഹതു ക്രിയാവാൻ പുരുഷഃ സഹ വിദ്വാൻ ഭവതി. ഇത് മനുഷ്യനാണോ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അവനാണ് വിദ്വാൻ. ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കണേ? നമുക്ക് ഭാവാർത്ഥം നോക്കാം. അർജിതസ്യ ജ്ഞാനസ്യ ജീവനെ ആചരണേന വ്യവഹാരേ ച പ്രയോഗേന ഹി മനുഷ്യഃ വാസ്തവികഃ വിദ്വാൻ ഭവതി നാതു കേവലം അധ്യയനേന. നേടിയെടുത്ത അറിവ് ജീവിതത്തിൽ ആചരിക്കുന്നതിലൂടെയും പെരുമാറ്റത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൂടെയും മാത്രമാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ
പണ്ഡിതനാകുന്നത്. ന തു കേവലം അധ്യയനേന, വെറും പഠിത്തം കൊണ്ട് മാത്രമല്ല. വിദ്യ അനുകൂലകർമ്മണ വിന വ്യർത്ഥ ഭവതി. അറിവ് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥമായി തീരും. ആ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ജ്ഞാനം ഭാരഹ ക്രിയാം വിന, അതായത് അറിവ് ഇംപ്ലിമെൻ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭാരമായി തീരും. അതായത് നമ്മൾ നേടിയെടുക്കുന്ന അറിവ് കൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. പ്രയോജനപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേടിയെടുത്ത അറിവ് കൊണ്ട് യാതൊരു ഗുണവുമില്ല. നമുക്കിനി അടുത്ത സൂക്തി നോക്കാം. ശീലം പരം ഭൂഷണം. പദച്ഛേദം നോക്കാം. ശീലം പരം ഭൂഷണം. അന്വയം നോക്കാം. ശീലം പരം ഭൂഷണമസ്തി. നല്ല സ്വഭാവമാണ് ഒരാളുടെ ഏറ്റവും മികച്ച ആഭരണം. ഭാവാർത്ഥം നോക്കാം. മനുഷ്യസ്യ ആചരണം ഏവ ശ്രേഷ്ഠം ആഭൂഷണമസ്തി. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ആഭരണം എന്ന് പറയുന്നത് അവൻ്റെ പെരുമാറ്റം തന്നെയാണ്. സദാചാരം വിന അന്യേ ഗുണാഹ നിരർത്ഥകാഹ ഭവന്തി. നല്ല സ്വഭാവം ഇല്ല എങ്കിൽ മറ്റെന്ത് ഗുണങ്ങളുണ്ടായിട്ടും ഒരു കാര്യമില്ല. ഇനി നമുക്ക് അടുത്ത സൂക്തി നോക്കാം. ഹിതം മനോഹാരി ച ദുർലഭം വചഃ. ഇതായിരുന്നു നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. പദച്ഛേദം നോക്കാം. ഹിതം മനോഹാരി ച ദുർലഭം വചഃ. അന്വയം നോക്കാം. ഹിതം മനോഹാരി ച വചഃ ദുർലഭം ഭവതി. അതായത് നന്മയുണ്ടാക്കുന്നതും മനോഹരമായിട്ടുള്ള വചനങ്ങൾ, അതായത് സംസാരം എന്ന് പറയുന്നത് വളരെ വിരളമാണ്. ആട്ടെ, ഇതുകൊണ്ട് എന്താ അർത്ഥമാക്കണേ? അതായത് ഇവിടെ പറയാണ്, കേചന ഹിതകാരകം വചനം വദന്തി. ചിലവർ നന്മയുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും പറയുക. കിന്തു പക്ഷേ തത് കഠോരതയാ വദന്തി. പക്ഷെ അവർ മനസ്സിന് വിഷമം വരുന്ന രീതിയിലായിരിക്കും പറയുക. കേചന മനോരഞ്ജകം വാക്യം വദന്തി. ചിലർ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ പറയും. കിന്തു പക്ഷേ തത് ഹിതകാരകം ന ഭവതി. പക്ഷെ അത് ഹിതം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ആയിരിക്കില്ല, അതായത് നന്മ ഉണ്ടാവുന്ന കാര്യങ്ങളായിരിക്കില്ല. താദൃശം വചനം ദുർലഭം ഭവതി യത് ഹിതകാരകം അപി സ്യാത് മനോരമം അപി സ്യാത്. ഇങ്ങനെയുള്ള വചനങ്ങൾ വളരെ വിരളമാണ്. എങ്ങനെയുള്ള വചനങ്ങൾ? അതായത് നന്മയുണ്ടാക്കുന്നതും എന്നാൽ മനസ്സിന് സന്തോഷം നൽകുന്നതുമായ വാക്കുകൾ വളരെ വിരളമാണ് എന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക് യു. കീപ് സപ്പോർട്ടിങ്.